ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇനി ആരും വരാനില്ല, ലാസ്റ്റ് വണ്ടിയാണ്. അതിമനോഹരമായി എനിക്ക് മുന്നേ വന്ന ഒരുപാട് ലീഡേഴ്സ്, നമ്മുടെ അപ്കമിങ് ITC ലീഡർ അഗേഷ് കുമാർ സാർ, അതുപോലെ തന്നെ ഒരുപാട് LDC, RTC, STC ലീഡേഴ്സൊക്കെ സംസാരിച്ചു പോയി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം കേൾക്കുന്ന ആളുകളൊന്ന് ജസ്റ്റ് കൈവക്കാവോ? ഇന്ന് ആദ്യമായിട്ട് ആരൊക്കെ ക്ഷണിച്ചു വരുത്തി? ഒത്തിരി ആളുകളുണ്ടല്ലേ. അതിൽ ഒരു സ്ക്രീനിൽ കുറെ കാര്യങ്ങൾ കാണിച്ചു, അതിന് ശേഷം വന്ന ആളുകളൊന്ന് കൈവക്കാവോ? അത് കാണാൻ കഴിയാത്തവര്? ഓക്കെ. ആരെങ്കിലും നിർബന്ധിച്ച് ബിരിയാണി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് ഇവിടെ ഇല്ല, അത് കൊണ്ടുവന്ന ആളോട് ചോദിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, ഇന്ന് കണ്ണൂർ ടൗണിലേക്ക് പോയോ, ഒരു ബിരിയാണി എൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ടുണ്ടാവും. ഏതായാലും ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന AC ആണെങ്കിലും ഇത്തിരി ചൂടെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്ക് നല്ലൊരു കൈ കൊടുക്കും. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ചെയ്താൽ വളരെ സന്തോഷം. ഇത്രയും നേരം നിങ്ങളെ ഇരുത്തി ബോറടിപ്പിച്ച ഞങ്ങൾക്ക് ഒരു കൈ നിങ്ങൾ പുതുതായിട്ട് വന്നൊന്ന് തിരിച്ച് കൈ അടിക്കുമോ? എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, സത്യത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ്. ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും കൂടി 2 മണിക്കൂർ എടുക്കുന്നു, 15 മിനിറ്റേ വേണ്ടു. എന്താണെന്ന് ചുരുക്കി പറഞ്ഞോളൂ ഒന്നുകൂടി. ഇത്രയും നേരം സംസാരിച്ച് എന്നെ ഉൾപ്പെടെ ഞാൻ മോശമാക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി വളരെ ചെറുതാണ്, സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അതേ സമയം തന്നെ അതിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, ആനേനെ വാങ്ങിയ തോട്ടി ഫ്രീ കിട്ടും, തോട്ടി വാങ്ങിയാൽ ആനേനെ ഫ്രീ കിട്ടുന്നവർ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ലാസ്റ്റ് ഇവിടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. എന്നോട് ഉപയോഗിക്കുന്ന തമാശ അടിച്ചിരിക്കുകയും ചെയ്തു. അതായത് ഇവിടുന്ന് അഞ്ജലി മേഡം പറയാണ്, അങ്ങനെ 17 ലക്ഷം ബിസിനസ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ നിങ്ങൾ 2 എന്ന് പറയുമ്പോഴേക്കന്നെ ആ സാർ ഇവിടെ ഉണ്ട്, ഒരു തൊപ്പി വെച്ചൊരു സാർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നാൽ 2,10,000 കേട്ട ആളുടെ അവിടെ എവിടെയുണ്ട്. ലാസ്റ്റ് 2,10,000 കിട്ടുമെന്ന് പറയുമ്പോഴാണ് ഒരാൾ ഹാളിലേക്ക് കയറി വരുന്നത്. അഞ്ജലി മേഡത്തിന്റെ അടുത്ത ഡയലോഗ് എന്തായിരുന്നു അറിയോ? അങ്ങനെ ആഴ്ചയിൽ 2,10,000 എന്ന് പറഞ്ഞാൽ മാസം 8,40,000 കിട്ടുന്ന ഒരു അവസരം എന്നാണ് ആ ഒരു ലേഡി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരത് കേട്ടുകൊണ്ടാ വരുന്നത്. എന്തായിരിക്കും അവസ്ഥ? എന്തുകൊണ്ടോ അദ്ദേഹം അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു പോകാത്തത് അദ്ദേഹത്തിന് ക്ഷണിച്ച ആളുടെ ഭാഗ്യം, സ്നേഹവും ഒരു പരസ്പരം ബന്ധമുണ്ടായിരിക്കാം. ആ വലിയ സംഖ്യയാണ് പലപ്പോഴും ബുദ്ധിമുട്ടാവുക. ആ വലിയ സംഖ്യയെ കുറിച്ച് ആദ്യം മറന്നുകള താൽക്കാലികമായിട്ട്. ഓക്കെ, 2,10,000 ഒരു 0 കുറച്ചാൽ 21,000 ആയി. അതിനൊരു 0 കുറച്ചാൽ 2,100 ഓക്കെ, ആഴ്ചയിൽ 2,100 ഗുണിക്കണം 4, മാസം ഒരു 8,400 രൂപ കിട്ടിക്കഴിഞ്ഞാൽ, എക്സ്ട്രാ വരുമാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറി അടച്ചു പോയി കൂടെ? അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും വൈകി വന്നവർക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് നന്നാവണം ആഗ്രഹിക്കുന്ന, വൃത്തിയാവണം ആഗ്രഹിക്കുന്ന സാധനത്തിന്റെ പേര് പറഞ്ഞാട്ടെ. സോഫ. സോപ്പിടാനല്ലോ. ഓക്കെ, ആ സോപ്പ് 10 രൂപ വിലയുള്ളൂ വിചാരിക്കുക. അത് 1 വാങ്ങുമ്പോൾ 10 രൂപ കൊടുക്കണം. 10 വാങ്ങുമ്പോഴോ? ഉറപ്പാ? 1 ഫ്രീ കിട്ടൂല? ഇല്ല. 100 വാങ്ങുമ്പോൾ 1 ഫ്രീ കിട്ടൂലേ? ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, എന്നാലും എനിക്ക് ബാക്കി പറയാൻ പറ്റൂ.